ഹലോ ഫ്രണ്ട്സ്, സ്കിൽഡ് മറൈൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സ് ഒത്തിരി പേര് ചോദിച്ച അവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. ഒത്തിരി എനിക്ക് അറിയുന്ന ഒത്തിരി എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഫ്രണ്ട്സ് പറഞ്ഞിട്ട് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോ. ഷിപ്പിൽ നമ്മുടെ ഫുഡ് ഐറ്റംസ്, അതായത് ഡ്രൈ പ്രൊവിഷൻസും ഫ്രോസൺ ഐറ്റംസും വെജിറ്റബിൾസും നിങ്ങൾ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്, കീപ്പ് ചെയ്യുന്നത്, എവിടെയാണ് കീപ്പ് ചെയ്യുന്നത്? നമ്മളെ വീട്ടിലൊക്കെ ആണെങ്കിൽ ചെറിയ ഫ്രിഡ്ജിലല്ലേ നമ്മൾ ഈ ബീഫും ചിക്കൻ ഐറ്റംസും കാര്യങ്ങളെല്ലാം വെക്കുന്നത്. അപ്പോൾ ഈ ഷിപ്പിൽ നിങ്ങൾ ഏത് ഫ്രിഡ്ജിലാണ് വെക്കുന്നത്? അപ്പം ആ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാനായിട്ട് ഇവിടെ നിന്നാൽ പറ്റത്തില്ല. സോ നമ്മൾ ആ സ്റ്റോറിൽ തന്നെ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വീഡിയോയിൽ ഒന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷിപ്പിൽ പ്രൊവിഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് തിന്നണ സാധനങ്ങൾ, നമ്മൾ തിന്നാൻ ഒഴിക്കുന്ന സാധനങ്ങൾ, ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ഫ്രോസൺ ഐറ്റംസ് ഒക്കെ നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഡ്രൈ പ്രൊവിഷൻ ആയാലും ഫ്രോസൺ ഐറ്റംസ് ആയാലും ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയാലും നമ്മൾ എവിടെയാണ് ഷിപ്പിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്? സോ ഒരു തവണ വന്നു കഴിഞ്ഞാൽ അത് ഒരു മാസത്തേക്കുള്ള പ്രൊവിഷൻ ആയിരിക്കും. ഒരു മാസം നമുക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെയാണ് ഓൺ ബോർഡിൽ വരുന്നത്. അപ്പൊ ഈ വന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയാണ് ഇത് സേഫ് ആയിട്ട് വെക്കുന്നത്? സോ ചിക്കൻ ആയാലും മട്ടൺ ആയാലും ഇതിനൊക്കെ കണക്കായിട്ടുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു റെഫ്രിജറേറ്റർ വേണമല്ലോ. സോ ഇതൊക്കെ എവിടെയാണ് നമ്മൾ ഇന്ന് സ്റ്റോർ ചെയ്തിട്ടുള്ളതെന്നാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് സ്ഥലം ആ സ്റ്റോർ റൂമിന്റെ അകത്താണ് ഞാൻ നിൽക്കുന്നത്. സോ ഞാൻ നിങ്ങൾ സ്റ്റോർ റൂം പരിചയപ്പെടുത്താൻ പോവുകയാണ്. അതുപോലെ പ്രൊവിഷൻ സ്റ്റോർ, ഡ്രൈ പ്രൊവിഷൻ സ്റ്റോർ ഈ സൈഡിലും, അതുപോലെ ഫ്രോസൺ ആയിട്ടുള്ള കാര്യങ്ങളും വെജിറ്റബിൾസ് ഒക്കെ ഈ സൈഡിലാണ്. സോ നമ്മൾ അതിന്റെ ഫുള്ള് കാണാൻ പോവുകയാണ്. സോ ഫ്രണ്ട്സ്, വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതാണെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റും കൂടെ ചെയ്യുക. സോ ഫ്രണ്ട്സ്, വൈകാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് നമ്മുടെ ഡ്രൈ പ്രൊവിഷൻ ഏരിയ ആണ്. അതായത് മസാലയും കാര്യങ്ങളും, കടല, പരിപ്പ്, ചായപ്പൊടി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ, സോസ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഇവിടെയാണ്. കാരണം ഇത് ഡ്രൈ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇതിന് ടെമ്പറേച്ചർ കൂടുതൽ ആവശ്യമുള്ള. സോ അതൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഡ്രൈ പ്രൊവിഷൻ ഏരിയ. ഡ്രൈ പ്രൊവിഷൻ എന്ന് പറയുമ്പം പരിപ്പ്, തേയില, വെളിച്ചെണ്ണ, അരി, ഇങ്ങനത്തെ മൈദ, ഇതൊക്കെ സ്റ്റോർ ചെയ്ത സ്ഥലമാണ്. അത് ഈ തട്ടിലാണ് ഈ കാര്യം. നമ്മളൊരു മോളിൽ ഷോപ്പിംഗ് സെൻറ്ററിൽ അല്ലെങ്കിൽ ചെറിയൊരു കടയിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ സാധനം മേടിക്കുമോ അതുപോലെയാണ് ഇവർ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഒരു സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിടാതെ നല്ല അടുക്കൻ ചിട്ടത്തിലാണ് ഈ സാധനങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത് തന്നെ. സോ നമുക്ക് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടി നമ്മളതിനൊക്കെ അകത്ത് കയറ്റത്തില്ല, ഇവർ തന്നെയാണ് ഈ സാധനങ്ങളൊക്കെ എടുക്കുന്നത്. സോ അതിന് കണക്കായിട്ടാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം മസാലയൊക്കെ ഒരു എന്താ പറയുക, ഒരു ട്രേയിൽ തന്നെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജീരകം. അപ്പം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓരോന്ന് എന്താ പറയുക, മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ സേമിയം കാണാൻ പറ്റും നിങ്ങൾക്ക്. സേമിയം ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാ കാര്യങ്ങളും ഇവിടെ തരം തിരിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിനി അടുത്തത് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റബിൾ റൂമുണ്ട്. ഇത് നമ്മുടെ വെജിറ്റബിൾ റൂമാണ്. സോ നമ്മൾ വെജിറ്റബിൾ സ്റ്റോർ ചെയ്യുന്ന റൂമാണിത്. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്ന് കണ്ടു നോക്കാം. വാവ്, നല്ല തണുപ്പാണ് ഫ്രണ്ട്സ്. നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് കണ്ടു നോക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. നമ്മളെ എല്ലാ വെജിറ്റബിൾസ്, അതായത് ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, തക്കാളി, പിന്നെ ഫ്രൂട്ട്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ഇതൊക്കെ ഈ സ്റ്റോറിൻ്റെ അകത്ത് നമ്മൾ ഏകദേശം ഒരു മോളിൽ ചെന്ന് എങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അതുപോലെ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവർ. ഇതാണ് അപ്പം നമ്മുടെ വെജിറ്റബിൾ സ്റ്റോർ റൂം. ഇതാണ് ഇവിടെ ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതോടൊപ്പം ജ്യൂസ് ഒരു സൈഡിൽ നമ്മൾ അടുക്കി വെച്ചിരിക്കുകയാണ്, കുടിക്കാനുള്ള ജ്യൂസ്. അതുപോലെ മിൽക്ക് ഇവിടെ അടുക്കി വെച്ചിരിക്കുകയാണ്. സോ ഇതൊക്കെയാണ് ഞങ്ങളുടെ എന്താ പറയുക വെജിറ്റബിൾ റൂം. അപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. സോ ഇതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇവിടെ പുറത്ത് നമുക്ക് അറിയാൻ പറ്റും എത്രയാണ് ടെമ്പറേച്ചർ ഇതിന് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളത്. അപ്പം ഈ ഡോറ് നമ്മൾ കയറുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അടയാനായിട്ടൊരു ചാൻസ് ഉണ്ട്. സോ ഈ കാണിച്ചിരിക്കുന്ന ബട്ടൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഥവാ ഡോർ ഓട്ടോമാറ്റിക് അടഞ്ഞ് നമുക്ക് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ, ഈ ഡോറ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ ഈ ഗ്രീൻ കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ അലാം പോകും. അപ്പോൾ അലാം വരുമ്പോൾ പുറത്തുള്ള ഒരു ചീഫ് കുക്കിനും അതുപോലെ തന്നെ അവിടെയുള്ള അതോറിറ്റി ആൾക്കാർക്ക് അറിയാൻ പറ്റും ഈ സ്റ്റോറിനകത്ത് ഒരാൾ പെട്ടിരിക്കുകയാണ്, കുടുങ്ങിപ്പോയിരിക്കുകയാണ്. സോ ഡോറ് തുറക്കാൻ പറ്റുന്നില്ലെന്ന് അറിഞ്ഞിട്ട് ആൾക്കാർ വന്ന് നമ്മുടെ ഡോറ് തുറന്നിരുന്നതാണ്. അതിനു വേണ്ടിയാണ് ഈ ഒരു ബട്ടൺ ഇവിടെ വെച്ചിരിക്കുന്നത്. സോ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് നമ്മളെ വെജിറ്റബിൾ റൂം.
സോ നമ്മുടെ വെജിറ്റബിൾ റൂമിൻ്റെ ടെമ്പറേച്ചറാണ് ഇവിടെ കാണുന്നത്. 8 ഡിഗ്രി, അതായത് 8 ഡിഗ്രി സെൽഷ്യസ് ഇത് മെയിൻറ്റെയിൻ ചെയ്യും ഇതിൻ്റെ അകത്തുള്ള തണുപ്പ്. സോ ഇത് കുറയാതെയും കൂടാതെയും ഇവരിവിടുന്ന് കൺട്രോൾ ചെയ്യുന്നതാണ്. ഇതാണ് ടെമ്പറേച്ചർ അവർക്ക് നോക്കാൻ പറ്റുന്ന സ്ഥലം. ഇതാണ് റീഡിങ് നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും വെജിറ്റബിൾ റൂമിൽ. സോ നമ്മൾ അടുത്തതായിട്ട് കയറുന്നത് മീറ്റ് റൂമാണ്. നമ്മുടെ മീറ്റും ഫിഷൊക്കെ വെക്കുന്നതായിട്ടുള്ള റൂമാണ് നമ്മുടെ. നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. നല്ല തണുപ്പായിരിക്കും. സോ ഫ്രണ്ട്സ്, നമ്മൾ അകത്ത് കയറി പോവുകയാണ്. കുറഞ്ഞ സമയം കൊണ്ട് ഇത് ഷൂട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്. കാരണം -20 ഡിഗ്രി സെൽഷ്യസിലാണ് റണ്ണിങ് ഈ റെഫ്രിജറേറ്റർ റൂം. ഫാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇടത് സൈഡിൽ നമുക്ക് ബീഫും പോർക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണും. ഒന്നും മെസ്സപ്പ് ചെയ്ത് ഇവർ വയ്ക്കാറില്ല, കാരണം എളുപ്പത്തിന് എടുക്കാൻ രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഈ കാണുന്ന ബോക്സുകൾ അത്രയും ഞങ്ങൾക്ക് കഴിക്കാനുള്ള ബ്രെഡ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 1-2 ബോക്സ് അല്ല, ഒത്തിരി ബോക്സ് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ വലത് സൈഡിലൊക്കെ നമുക്ക് സോസേജും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ബട്ടറും സോസേജും പിന്നെ ചിക്കൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ബോൺലെസ് ചിക്കനാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ബർഗർ, ഞായറാഴ്ചകൾ ഉണ്ടാക്കുന്ന ബർഗറിൻ്റെ ബ്രെഡൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഐസ്ക്രീമിൻ്റെ തട്ടാണിത്. പല ടൈപ്പിലുള്ള ഐസ്ക്രീംസ് ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു സൈഡിൽ. സോ എന്താ പറയുക, നല്ല രീതിയിൽ തന്നെ ഇവിടെ അറേഞ്ച് ചെയ്ത് ഇവിടെ വയ്ക്കും. ഒന്നും മെസ്സപ്പ് ചെയ്തില്ല. അതുപോലെ തന്നെ ഡെയിലി ഈവനിങ്ങിൽ ഇവർ ക്ലീൻ ചെയ്യും ഇതിൻ്റെ അകത്ത് അത്രയും. അപ്പം ഇതാണ് നമ്മുടെ മീറ്റ് റൂം. മീറ്റ് റൂമിൻ്റെയും ഫിഷ് റൂമിൻ്റെയും ടെമ്പറേച്ചർ റീഡിങ് ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 15 ഡിഗ്രി സെൽഷ്യസ് ഇവിടെ കാണിക്കുന്നുണ്ട്. സോ അറൗണ്ട് 20 to 15 ഡിഗ്രീസ് മൈനസിൽ ഒരു കൺട്രോൾ ചെയ്യും ഇവിടെ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്റ്റോർ റൂം. ഫുഡും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ സൈനിങ് ഔട്ട് ജസൻ ഫ്രം സ്കിൽഡ് മറൈന. താങ്ക് യു.